പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ ടൂറിസ്റ്റ് ബോട്ടുകളിൽ മിന്നൽ പരിശോധന. നഗരസഭാ പരിധിയിൽ പ്രവർത്തിപ്പിക്കുന്ന ടൂറിസം ബോട്ടുകളിലാണ് നഗരസഭയിൽ സ്പെഷ്യൽ സ്ക്വാഡ് വിഭാഗം മിന്നൽ പരിശോധന നടത്തിയത്. നെട്ടൂർ ഭാഗത്ത് 4 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്. ഇതിൽ ആവശ്യമായ രേഖകളില്ലാത്ത ബോട്ട് ഉടമകൾക്ക് രേഖകൾ സമർപ്പിക്കാൻ 1 ദിവസം സമയം നൽകി. സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളിലും നിർദ്ദേശങ്ങളിലും അലംഭാവം കാണിക്കുന്ന ബോട്ട് ഉടമകൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പറയാനുള്ളത്? കാരണം ഇത്തരമൊരു ബോട്ട് അപകടം ഉണ്ടാകാൻ നോക്കിയിരുന്നു വലിയൊരു പരിശോധനയ്ക്ക് എന്നും അറിയാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്ഷേപവും മുന്നോട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിലും ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നഗരസഭയുടെ പരിധിയിൽ പ്രവർത്തിക്കുന്ന ടൂറിസം ബോട്ടുകളിലാണ് മിന്നൽ പരിശോധന നടത്തിയിരിക്കുന്നത്. ഇത് നഗരസഭയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നത്. നഗരസഭയുടെ സ്പെഷ്യൽ സ്ക്വാഡ് വിഭാഗമാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. മരടിൽ നെട്ടൂർ ഭാഗത്ത് 4 ഇടങ്ങളിൽ ഇന്ന് പരിശോധന നടത്തി. ഇതിൽ പ്രധാനപ്പെട്ടത് ആവശ്യമായ രേഖകളില്ലാത്ത പല ബോട്ടുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ ബോട്ട് ഉടമകൾക്ക് രേഖകൾ സമർപ്പിക്കാൻ വേണ്ടി 1 ദിവസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ 1 ദിവസത്തെ സമയത്തിനുള്ളിൽ ആവശ്യമായ രേഖകൾ സമർപ്പിച്ചില്ല എങ്കിൽ ഈ ബോട്ടുകളുടെയൊക്കെ തന്നെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടികളിലേക്ക് പോകും. ഒപ്പം തന്നെ പിഴ ഈടാക്കുന്ന തരത്തിലുള്ള നടപടികളും പിന്നാലെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളിലും നിർദ്ദേശങ്ങളിലും അലംഭാവം കാണിക്കുന്ന ബോട്ടുടമകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ഇപ്പോൾ നിലവിൽ നടന്നിരിക്കുന്ന അപകടത്തിന്റെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള വിശാലമായിട്ടുള്ള ഒരു പരിശോധന, അതും മിന്നൽ പരിശോധനയാണ് നടക്കുന്നത്. ഈ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വികസന സമിതി കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PD രാജേഷ്, അതുപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറി നാസിം, ഈ മുനിസിപ്പൽ എഞ്ചിനീയർ MK ബിജു തുടങ്ങിയ ഇവരുടെ നേതൃത്വത്തിലാണ് നഗരസഭയുടെ ഈ സ്ക്വാഡ് പ്രവർത്തിക്കുന്നത്. ഈ സ്ക്വാഡിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇപ്പോൾ ഈ മിന്നൽ പരിശോധന നടന്നിരിക്കുന്നത്. ജലഗതാഗത വകുപ്പ്, അതുപോലെ തന്നെ തുറമുഖ വകുപ്പ്, ടൂറിസം വകുപ്പ് എന്നീ വകുപ്പുകൾക്കാണ് ഇവരുടെ മേൽ പൂർണ്ണ നിയന്ത്രണം ഉള്ളത്. ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടാണ് നഗരസഭാ ബോട്ടുകളിൽ പരിശോധന നടത്തിയിരിക്കുന്നത്. പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ കളക്ടർക്ക് അടുത്ത ദിവസം തന്നെ നഗരസഭ കൈമാറും. നഗരസഭാ ചെയർമാൻ ആന്റണി ആശാൻപറമ്പിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതായത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് കളക്ടറാണ്. കളക്ടർക്കാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇതിന് പിന്നാലെ ഉണ്ടാകും. അതുപോലെ തന്നെ മരടിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇതോടൊപ്പം അതായത് കൂടുതൽ ടൂറിസം മേഖലകൾക്ക് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഇടം നൽകുന്ന, അതിന് കൂടുതൽ ശക്തി പകരുന്ന ഒരു സ്ഥലം തന്നെയാണ് മരട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മരടിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബോട്ടുകൾ തമ്മിലുള്ള മത്സരങ്ങളും ഒക്കെ തന്നെ വർദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിനുള്ള നടപടിക്രമങ്ങളുമാണ് ഇപ്പോൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ ഒരു പരിധിവരെ പല അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നും നഗരസഭാ ചെയർമാനായിട്ടുള്ള ആന്റണി ആശാൻപറമ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ കൃത്യമായ കാര്യക്ഷമമായ ഒരു റിപ്പോർട്ട് അത് കൃത്യമായി കളക്ടർക്ക് സമർപ്പിക്കും. പിന്നീട് കളക്ടറേറ്റിൽ നിന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള നടപടിക്രമങ്ങളൊക്കെ ആയിരിക്കും നഗരസഭ ഈ വിഷയത്തിൽ സ്വീകരിക്കുക. ദേവിക, അശ്വതി, മറ്റൊരു കാര്യം പറയാനുള്ളത്, കൊച്ചിയിൽ തന്നെ നിരവധി മറൈൻ ഡ്രൈവ് പോലെയുള്ള നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. അവിടെ ബോട്ട് സഞ്ചാരം വളരെയധികം ജനകീയമായി തന്നെ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുപോലെ ടൂറിസ്റ്റ് ബോട്ട് ഉടമകളിൽ ഒരാളായ ഒരു വ്യക്തി കേരള വിഷൻ ന്യൂസിനോട് പറയുകയുണ്ടായിരുന്നു, അദ്ദേഹം നിരവധി തവണയായി സർക്കാരിനെ അല്ലെങ്കിൽ അധികാരികളെ സമീപിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, പല ഭാഷകളിൽ ബോട്ടുകളിൽ എത്ര പേരാണ് കയറേണ്ടത് ഒരു ബോട്ടിൽ ഒരേ സമയം എന്നുള്ള രീതിയിൽ എഴുതി വെക്കണം. അത് എഴുതി വെക്കാനായിട്ട് ഇനിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിർബന്ധിതമായിട്ടുള്ള ചില രേഖകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒരു ബോട്ടിന് നൽകുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കൂടുതൽ ജാഗരൂകരാകാൻ സർക്കാർ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ?
ദേവിക, പ്രധാനമായും കൊച്ചിയിലെ ഈ ടൂറിസ്റ്റ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഈ ബോട്ട് സവാരി തന്നെയാണ്. മറൈൻ ഡ്രൈവിലും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ ബോട്ടിംഗ് സൗകര്യങ്ങൾ വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള മത്സരങ്ങളും മറ്റ് ക്രമീകരണങ്ങളും എല്ലാം തന്നെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ താനൂർ ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മറൈൻ ഡ്രൈവിലെ ബോട്ടുകൾക്ക് വേണ്ടവിധം സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും യാത്രക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നുമാണ് ഈ മറൈൻ ഡ്രൈവ് ടൂറിസ്റ്റ് ബോട്ട് അസോസിയേഷൻ സെക്രട്ടറിയായ സാജു ബാലകൃഷ്ണൻ രാവിലെ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞത്. കേരളത്തിൽ മിക്കയിടങ്ങളിലും ശരിയായ രീതിയിൽ അല്ല ബോട്ടുകളുടെ നിർമ്മാണമെന്നും ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതായത് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ബോട്ടുകളിൽ വലിയ പാകപ്പിഴകൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ ബോഡി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ ബോട്ട് നിർമ്മാണം എന്ന് പറയുന്നത് തന്നെ എഞ്ചിൻ ഒരു വിഭാഗം തയ്യാറാക്കുന്നു, അതിന്റെ ബോഡി മറ്റൊരു വിഭാഗം, പിന്നീട് അതിന്റെ അലൈൻമെന്റ് എല്ലാം ചേർക്കുന്നതും അസംബിൾ ചെയ്യുന്നതും മറ്റൊരു വിഭാഗം. അത്തരത്തിലാണ് ഈ ബോട്ട് നിർമ്മാണം സാധാരണഗതിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ പല പോരായ്മകളും ഉണ്ടാകുന്നുണ്ട് എന്ന് രാവിലെ തന്നെ അസോസിയേഷൻ സെക്രട്ടറി, ടൂറിസ്റ്റ് ബോട്ട് അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടുള്ള സാജു ബാലകൃഷ്ണൻ കേരള വിഷനോട് പറഞ്ഞിരുന്നു. കേരളത്തിൽ മിക്കയിടങ്ങളിലും ശരിയായ രീതിയിലല്ല ബോട്ടുകളുടെ നിർമ്മാണം. ഇതിനെ സംബന്ധിച്ച് വേണ്ട രീതിയിലുള്ള അന്വേഷണം നടക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതായത് ഒരു ടൂറിസ്റ്റ് ബോട്ട് അസോസിയേഷൻ സെക്രട്ടറി തന്നെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ കൊച്ചിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ പല ഭാഗങ്ങളിലും, അതായത് മട്ടാഞ്ചേരി, അതുപോലെ തന്നെ പോഞ്ഞിക്കര, അതോടൊപ്പം തന്നെ മറൈൻ ഡ്രൈവ് ഭാഗങ്ങളിൽ നിർമ്മാണമില്ല എങ്കിൽ കൂടിയും ഫോർട്ട് കൊച്ചി പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ പലയിടങ്ങളിലും ഈ ബോട്ട് നിർമ്മാണം വളരെ സജീവമാണ്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഉള്ള ബോട്ട് നിർമ്മാണത്തിൽ പാകപ്പിഴകൾ ഉണ്ട് എന്നാണ് സാജു ബാലകൃഷ്ണൻ രാവിലെ പറഞ്ഞിരിക്കുന്നത്. താനൂരിലെ ബോട്ട് അപകടത്തിൽ സംഭവിച്ചത് നിയന്ത്രണമില്ലാതെ ആളുകൾ കയറ്റി താനൂർ ബോട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ടൂറിസ്റ്റ് ബോട്ടുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മിന്നൽ പരിശോധനയാണ് സംസ്ഥാനത്ത് ഒട്ടാകെ നടക്കുന്നത്. മരടിലും അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കാനുള്ള പരിശോധനകൾ നടക്കുകയാണ്. കൊച്ചിയിൽ ടൂറിസ്റ്റ് ബോട്ടുകളിൽ മിന്നൽ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ പരിധിയിൽ പ്രവർത്തിപ്പിക്കുന്ന ടൂറിസം ബോട്ടുകളിലാണ് നഗരസഭയിലെ സ്പെഷ്യൽ സ്ക്വാഡ് വിഭാഗം മിന്നൽ പരിശോധന നടത്തിവരുന്നത്. അശ്വതി, വീണ്ടും പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇത്തരം പരിശോധനകൾ ഉണ്ടാകുന്നതെന്നുള്ളൊരു ആക്ഷേപം മുന്നിലുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് അടിയന്തരമായി തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ലൈസൻസോടുകൂടി സർവീസ് നടത്തുന്ന ബോട്ടുകളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ല, അതിൻ്റെ ഫിറ്റ്നസ് ശരിയല്ല എന്ന് കാണുകയാണെങ്കിൽ അടിയന്തരമായി തന്നെ അതിൻ്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ടോ? ദേവിക, ഇപ്പൊ മിക്കയിടങ്ങളിലും ഈ താനൂർ ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മിന്നൽ പരിശോധനകളും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ എന്തായാലും ഇത്തരത്തിലുള്ള പരിശോധനകളും മറ്റ് ക്രമീകരണങ്ങളും ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ബോട്ട് നിർമ്മാണത്തിനും അതുപോലെ തന്നെ ബോട്ട് സഞ്ചാരത്തിനും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ഇടമാണ്. കൊച്ചിയുടെ ടൂറിസ്റ്റ് മേഖല നിലനിൽക്കുന്നതിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് തന്നെ ഈ ബോട്ട് സവാരിയാണ്. അതുകൊണ്ട് തന്നെ ടൂറിസം വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ നഗരസഭകളും കോർപ്പറേഷനും ഒക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇത്തരം സ്ക്വാഡുകൾ ഇപ്പോൾ മരടിൽ നടന്നിരിക്കുന്നത് നഗരസഭയുടെ സ്ക്വാഡാണ് മിന്നൽ പരിശോധന നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള സ്ക്വാഡുകളുടെ മിന്നൽ പരിശോധനകളും മറ്റ് ലൈസൻസും അടക്കമുള്ള മറ്റ് ക്രമീകരണങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെന്റുകളുടെ ഒക്കെ തന്നെ പരിശോധനകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രവുമല്ല, ഓരോ ബോട്ടുകളെ സംബന്ധിച്ചും കൃത്യമായ വിവരങ്ങൾ ആ ബോട്ടുകളിൽ തന്നെ രേഖപ്പെടുത്തണം. അതായത് ബോട്ടുകളിൽ പതിപ്പിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊരു നിയമപരമായ വിഷയമാണ്. അത് ചെയ്യണം. എത്ര ആളുകൾക്ക് ഈ ബോട്ടിൽ കയറാൻ സാധിക്കും, എത്ര ആളുകൾ വരെ ആകാം, എത്ര കിലോ ഭാരം ഈ ബോട്ട് വഹിക്കാൻ ഒരു ബോട്ടിന് താങ്ങാനാകും തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ തന്നെ ഈ ബോട്ടിൽ തന്നെ പതിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൃത്യമായി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബോട്ടിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതായത് ബോട്ട് എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ബോട്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെന്റുകളും എല്ലാം കൃത്യമായിരിക്കണം എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. അക്കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ
ഈ മിന്നൽ പരിശോധനകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് കൂടുതൽ അന്വേഷിക്കുന്നത്. ഇന്ന് മരടിൽ ഒരു ദിവസമാണ് സമയം നൽകിയിരിക്കുന്നത്. ആ ഒരു ദിവസത്തിനുള്ളിൽ ഈ ഡോക്യുമെന്റുകൾ ഇല്ലാത്ത ആളുകൾ, ഇപ്പോൾ സമർപ്പിക്കാത്ത ആളുകൾ അത് സമർപ്പിക്കണമെന്നാണ് നഗരസഭയുടെ സ്ക്വാഡ് വ്യക്തമായി ഇന്ന് മിന്നൽ പരിശോധന നടത്തിയ നഗരസഭയുടെ സ്ക്വാഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മാത്രവുമല്ല, ഈ മെയിന്റനൻസ് കാര്യക്ഷമമായിട്ട് നടത്തുന്നുണ്ടോ, കൃത്യമായ ഇടവേളകളിൽ മെയിന്റനൻസ് നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നല്ല ആദ്യമായി ഇടപെടൽ ഉണ്ടാകുന്നത്. ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ ടൂറിസം വിഭാഗത്തിന്റെയും ഒക്കെ തന്നെ ഭാഗത്തു നിന്നാണ്. അതായത് ജലഗതാഗത വകുപ്പ്, തുറമുഖ വകുപ്പ്, ടൂറിസം വകുപ്പ്, ഈ 3 വകുപ്പുകൾക്കാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം ചേർന്നുകൊണ്ടുള്ള ഇത്തരം പരിശോധനകൾക്കുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അതായത് ജലഗതാഗത വകുപ്പ്, ടൂറിസം, അതുപോലെ തന്നെ തുറമുഖ വകുപ്പ് എന്നീ വകുപ്പുകൾ ചേർന്നാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. ഇവയുടെ മേൽ പൂർണ്ണ നിയന്ത്രണമുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിശോധനകളുടെ ഒക്കെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ജില്ലാ കളക്ടർക്കായിരിക്കും. അത്തരത്തിലാണ് പിന്നീട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഒരു നിയമ നടപടികളിലേക്ക് വിഷയങ്ങളെല്ലാം പോവുക. അതുകൊണ്ട് വളരെ കാര്യക്ഷമമായിട്ടുള്ള പല സ്റ്റേജുകളിലായിട്ട് നടത്തുന്ന പരിശോധനകളായിരിക്കും ഈ വിഷയത്തിലുണ്ടാകുക. അതായത് ഫിസിക്കലായിട്ട് ഈ ബോട്ടുകളുടെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ അടക്കമുള്ള മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ 2 രീതിയിലുള്ള പരിശോധനകൾ ഈ വിഷയത്തിലുണ്ടാകും. അത് മാത്രവുമല്ല, ഷാഡോ പോലീസിന്റെ അടക്കമുള്ള ഈ മറൈൻ ഡ്രൈവിലൊക്കെ നമുക്കറിയാം ഷാഡോ പോലീസിന്റെ കൃത്യമായ സാന്നിധ്യങ്ങളുള്ള അല്ലെങ്കിൽ പോലീസ് പോസ്റ്റുകളുടെ സാന്നിധ്യം ഒക്കെയുള്ള പോസ്റ്റുകളൊക്കെ തന്നെയുള്ള ഏരിയകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും കൃത്രിമത്വം കാണിക്കുന്നുണ്ട് എന്നത് വലിയ ആശങ്കാജനകമായ കാര്യം തന്നെയാണ്. ആ വിഷയങ്ങളിലെല്ലാം തന്നെ കാര്യക്ഷമമായ ഇടപെടൽ എല്ലാ വകുപ്പുകളുടെയും ഏകീകരണത്തോടെ ഉണ്ടാകും, ഏകോപനത്തോടെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടത്തിനും ഇതിൽ വലിയൊരു പങ്കുണ്ട്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള മിന്നൽ പരിശോധനകൾ മറൈൻ ഡ്രൈവിൽ അടക്കമുള്ള ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദേവിക, കൊച്ചിയിൽ ടൂറിസ്റ്റ് ബോട്ടുകളിൽ മിന്നൽ പരിശോധന. നഗരസഭ പരിധിയിൽ പ്രവർത്തിപ്പിക്കുന്ന ടൂറിസം ബോട്ടുകളിലാണ് നഗരസഭയിലെ സ്പെഷ്യൽ സ്ക്വാഡ് വിഭാഗം പരിശോധന നടത്തുന്നത്. നെട്ടൂർ ഭാഗത്ത് 4 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്. ഇതിൽ ആവശ്യമായ രേഖകളില്ലാത്ത ബോട്ടുടമകൾക്ക് രേഖകൾ സമർപ്പിക്കാൻ 1 ദിവസം സമയം നൽകി. സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളിലും നിർദ്ദേശങ്ങളിലും അലംഭാവം കാണിക്കുന്ന ബോട്ട്